മലയാളത്തിന് സ്വകാര്യ അഹങ്കാരങ്ങളാണ് മമ്മൂട്ടി മോഹൻലാൽ. ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട നടന്മാരിൽ രണ്ടുപേര് മമ്മൂട്ടിയും മോഹൻലാലും. അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ട്രോൾ നടന്നിട്ടുണ്ട്. 100 കോടിയില്ല, 50 കോടിയില്ല, മമ്മൂഞ്ഞാനിക്ക് അതില്ല, ലാലപ്പൻ അതില്ല എന്ന് പറഞ്ഞ് ട്രോൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പടങ്ങൾ വെച്ചിട്ടല്ല. നമ്മൾ മിസ്സായി പോയ കുറേ പടങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വെച്ചാൽ, ഞാൻ ഈ വീക്ക് മൊത്തം, അതായത് തിങ്കൾ മുതൽ ശനി വരെ ഒരു സീരീസ് ആയിട്ട് എടുക്കാൻ പോവാം. ഇവരുടെ തന്നെ പടങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവരായിരിക്കും മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. ഇവരുടെ തന്നെ പടങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിസ്സായി പോയ കുറേ പടങ്ങളുണ്ട്. ഞാൻ ഇന്ന് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള സൂപ്പർ സ്റ്റാർസാണ് മമ്മൂട്ടി മോഹൻലാലും. അതായത് 40 മുകളിൽ പടങ്ങളിൽ ഇവർ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മറ്റുള്ള ഒരു ലാംഗ്വേജിലും കൂടി വന്നൊരു 5 പടമോ 6 പടമോ അഭിനയിച്ച് കാണുമായിരിക്കും. ഈ രജനീകാന്ത്, കമലഹാസനൊന്നും വലിയ പടത്തിലേ അഭിനയിച്ചില്ല, തുടക്കകാലത്തിൽ അഭിനയിച്ചതല്ലാതെ. പക്ഷേ മമ്മൂട്ടി മോഹൻലാലിനും ഈഗോ ഇല്ലാതെ അവർ എത്ര പടങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞറിയാമോ? നമുക്ക് അവർ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു 5 സിനിമകൾ കാണാം. മോഹൻലാലിനെ മമ്മൂട്ടിനെയും കൂടെ ഏറ്റവും കൂടുതൽ ഒന്നിപ്പിച്ചിട്ടുള്ള ഡയറക്ടറാണ് ഐ വി ശശി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പടമാണ് 1986 വന്ന വാർത്ത. ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പടമാണിത്. മമ്മൂട്ടി നല്ലപോലെ തീവാർന്ന ഡയലോഗുകൾ മമ്മൂട്ടി ആ കാലത്ത് തന്നെ പറയാമെന്ന് കഴിവ് വിളിച്ചിട്ടൊരു പടമായിരുന്നു വാർത്ത എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ പരോള് വാസു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പടമായിരുന്നു. അതുപോലെ തന്നെ റഹ്മാൻ, സീമ, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പടത്തിൽ മോഹൻലാൽ വാർത്തക്കകത്ത് മരിച്ചു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. വാർത്ത അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട് ഈ പടത്തിൽ. വാർത്തയിലൂടെ അദ്ദേഹം മരിച്ചു എന്നുള്ള ഫേമസ് സ്പ്രെഡായിട്ട്, മോഹൻലാൽ മരിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ പടം ഇറങ്ങിയതിന് ശേഷം. ഈ പടം മസ്റ്റ് വാച്ച് ആയിട്ടുള്ള പടമാണ്, നിങ്ങളിത് കാണണം. ലൂസിഫറും എമ്പുരാനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടമാണത്. എന്നാൽ സുകുമാരൻ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും അഭിനയിപ്പിച്ചുകൊണ്ട് ഒരു പടം നിർമ്മിച്ചിട്ടുണ്ട്. ആ പടമാണ് പടയണി. 1986 തന്നെ വന്നിട്ടുള്ള പടമാണ്. നല്ല അടിച്ചുപൊളിയായിട്ടുള്ള പടമാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ദേവൻ, സുകുമാരൻ എല്ലാവരും ഉണ്ട് ഈ പടത്തിൽ. മിസ്സാകാൻ പാടില്ല. നല്ല രസമുള്ള പടമാണിത്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു സിനിമയാണ് പടയണി എന്ന് പറയുന്നത്. സാജന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച 85 വന്ന പടമാണ് കണ്ടറിഞ്ഞു. വളരെ മനോഹരമായിട്ട് ഫാമിലിക്കും സസ്പെൻസിനും ആക്ഷനും എല്ലാത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പടമാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവരും മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ എല്ലാവരും കാണും. എല്ലാ പട്ടാളങ്ങളും ഈ സിനിമയിൽ കാണും. വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഈ പടത്തിലെ പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നീ എറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ തന്നെ പാടിയ പാട്ടാണ് ഇതെല്ലാം. ആ പടമൊന്നും ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. കാരണം ആ പടം ഒന്ന് കണ്ടു നോക്കും. നല്ല രസമുള്ള പടമാണ്. മലയാളത്തിലെ എവർഗ്രീൻ ഡയറക്ടറാണ് പത്മരാജൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കുക, 86 തന്നെ വന്ന പടമാണ് കരിയിലെ കാറ്റ് പോലെ. 86 തന്നെ എത്ര പടങ്ങളിൽ മമ്മൂട്ടി, മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ. ഈഗോ ക്ലാഷ് പോലും ഇല്ലാതെ കരിയിലെ കാറ്റ് പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ പടത്തിൽ. അതായത് ഒരു സംവിധായകനായിട്ടാണ് മമ്മൂട്ടി ഈ പടത്തിൽ അഭിനയിക്കുന്നത്. മമ്മൂട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. ഭയങ്കര ട്വിസ്റ്റുകളുള്ള വളരെ വളരെ മനോഹരമായിട്ടുള്ള വളരെ രസകരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ് ഈ പടം. ഈ പടത്തിൻ്റെ ശരിക്കും ഫസ്റ്റ് പേരെന്ന് പറയുന്നത് അറം എന്നായിരുന്നു. ഈ പടത്തിനെ അത് ലാസ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് അറം, അതായത് അറം പറ്റുകയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അറം എന്നായിരുന്നു ഈ പടത്തിൻ്റെ പേര്. അതിന് ശേഷം കരിയിലെ കാറ്റുകളിൽ നിന്ന് മാറ്റുകയായിരുന്നു. നമ്മുടെ പത്മരാജൻ്റെ പടങ്ങൾ, ഇപ്പോൾ പത്മരാജൻ മമ്മൂട്ടിനെ വെച്ച് മോഹൻലാലിനെ വെച്ച് 5 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ മനോഹരമായിട്ടുള്ള, ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ് കരിയിലെ കാറ്റ് പോലെ. എല്ലാവരും മിസ്സാകാതെ കാണുക. മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരാണ് പ്രേം നസീർ. ഒരു ഹോണറബിൾ മെൻഷൻ തന്നെയാണ് ഈ പടം ഞാൻ പറയുന്നത്. അതായത് 1982 ജിജോ പൊന്നൂസ്, അതായത് ജിജോ പൊന്നൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പരീക്ഷണങ്ങൾ കൊണ്ട് മലയാള സിനിമയെ ഉന്നതിയിൽ എത്തിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയാണത്. അതുപോലെ തന്നെ 1982 വന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബിഗ് ബജറ്റ് സിനിമ, 1 കോടിക്കടുത്ത് പ്രൊഡക്ഷൻ ചിലവ് വന്നിട്ടുള്ള സിനിമയാണ് പടയോട്ടം. നമ്മുടെ പ്രേം നസീർ നായരായിട്ട് അഭിനയിച്ച ആ പടത്തിൽ മമ്മൂട്ടി, മോഹൻലാലും കൂടെ ആദ്യമായിട്ട് ഒന്നിക്കുന്ന പടമാണ്. പ്രേം നസീറിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ട്, അതായത് ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഒന്നിക്കുന്ന പടമാണ് പടയോട്ടം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ മോനായിട്ടാണ് മോഹൻലാൽ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. മധു, ശങ്കർ എല്ലാവരും ഉണ്ട് ഈ പടത്തിൽ. ഈ പടം നിങ്ങൾ മിസ്സാകാതെ കാണുക. ഇതുപോലുള്ള വീഡിയോസിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നാളെ നമുക്ക് നല്ലൊരു കണ്ടന്റുമായിട്ട് നാളെ വരാം.